ചാറ്റ് ബോട്ടുകൾ ഉപയോഗിക്കാത്തവർ ഇന്ന് വളരെ കുറവായിരിക്കും. ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ എന്ന് പറയുന്നത് പോലെ നമുക്കുള്ള എല്ലാ സംശയങ്ങളും ഓടിപ്പോയി ചോദിക്കുന്നത് ChatGPT അടക്കമുള്ള AI ചാറ്റ് ബോട്ടുകളോടാണ്. അവ നൽകുന്ന ഉത്തരങ്ങൾ വിശ്വസനീയമെന്ന് തോന്നുമെങ്കിലും AI ബോട്ടുകളെ അത്ര കണ്ടങ്ങ് വിശ്വസിക്കേണ്ടെന്ന് പറയുകയാണ് സാങ്കേതിക വിദഗ്ധർ. സാങ്കേതിക വിദ്യയുടെ വളർച്ചയോടെ ചാറ്റ് ബോട്ടുകളുടെ ഉപയോഗവും വർദ്ധിച്ചിട്ടുണ്ട്. ചാറ്റ് ബോട്ടുകൾ സഹായകരവും വിശ്വസനീയവുമായ വിവരങ്ങൾ നൽകുമെന്ന് തോന്നുമെങ്കിലും അവയെ അത്രയ്ക്ക് അങ്ങ് വിശ്വസിക്കേണ്ടതില്ലെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. പ്രത്യേകിച്ച് ആരോഗ്യത്തെ സംബന്ധിക്കുന്ന ഉപദേശങ്ങളിൽ എളുപ്പത്തിൽ വിവരങ്ങൾ ലഭിക്കുമെന്നതിനാൽ ആളുകൾ കൂടുതലായി AI പോലുള്ള സാങ്കേതിക വിദ്യകളെയാണ് ഇപ്പോൾ കൂടുതലായും ആശ്രയിക്കുന്നത്. ചെറിയ അസുഖങ്ങൾ വന്നാൽ AI ചാറ്റ് ബോട്ടുകളോട് അഭിപ്രായം ചോദിക്കുന്നവരുടെ എണ്ണം കൂടി വരികയാണ്. ഈ മാറ്റത്തെക്കുറിച്ച് മുന്നറിയിപ്പ് നൽകുകയാണ് ആരോഗ്യരംഗത്തെ വിദഗ്ധർ. രോഗവിവരങ്ങൾ അറിയുന്നതിനായി ആളുകൾ AI-യിലേക്ക് തിരിയുന്ന പ്രവണത വർദ്ധിച്ചു വരുന്നതായാണ് സമീപകാല സർവേകൾ സൂചിപ്പിക്കുന്നത്. ന്യൂയോർക്ക് പോസ്റ്റിലെ റിപ്പോർട്ട് അനുസരിച്ച് ക്ലിവാൻഡ് ക്ലിനിക്കിൽ നിന്നുള്ള കണക്കുകൾ പ്രകാരം 5-ൽ-1 AI-യിൽ നിന്ന് ആരോഗ്യ ഉപദേശം തേടുന്നുണ്ട്. അതേസമയം കഴിഞ്ഞ വർഷത്തെ സർവേ പ്രകാരം ഏകദേശം 25% അമേരിക്കക്കാരും പരമ്പരാഗത ചികിത്സാ രീതികളേക്കാൾ ചാറ്റ് ബോട്ട് ഉപയോഗിച്ച് മരുന്നുകൾ അറിയാൻ ആഗ്രഹിക്കുന്നു എന്നാണ്. ഇതോടെയാണ് ChatGPT മറ്റ് AI സങ്കേതങ്ങൾ വ്യക്തിഗത അല്ലെങ്കിൽ മെഡിക്കൽ വിശദാംശങ്ങൾ അറിയുന്നതിനായി ഉപയോഗിക്കരുതെന്ന് വിദഗ്ധർ മുന്നറിയിപ്പ് നൽകുന്നത്. ChatGPTയോട് ഈ 7 കാര്യങ്ങൾ നിങ്ങൾ ചോദിച്ചോ എങ്കിൽ പെട്ടു എന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത്. 1. വ്യക്തിപരമായ വിവരങ്ങൾ. നിങ്ങളുടെ പേര്, മേൽവിലാസം, ഫോൺ നമ്പർ, ഇമെയിൽ അഡ്രസ്സ് തുടങ്ങിയ വ്യക്തിപരമായ വിവരങ്ങൾ ഒരിക്കലും ചാറ്റ് ബോട്ടുകളോട് പറയരുതത്രേ. വ്യക്തികളെ തിരിച്ചറിയുന്നതിനും അവരുടെ പ്രവർത്തനങ്ങൾ ട്രാക്ക് ചെയ്യുന്നതിനും ഈ വിവരങ്ങൾ ഉപയോഗിക്കപ്പെട്ടേക്കുമെന്നാണ് മുന്നറിയിപ്പ്. ബാങ്ക് അക്കൗണ്ട് നമ്പറുകൾ, ക്രെഡിറ്റ് കാർഡ് നമ്പറുകൾ, സോഷ്യൽ സെക്യൂരിറ്റി നമ്പറുകളും പങ്കുവയ്ക്കരുത്. നിങ്ങളുടെ പണം അപഹരിക്കപ്പെടാനടക്കം ഇത് കാരണമായേക്കാം. പാസ്വേഡ്. രഹസ്യ സ്വഭാവമുള്ള പാസ്വേഡുകളും AI ചാറ്റ് ബോട്ടുമായി പങ്കിടരുത്. ഇത് നിങ്ങളുടെ അക്കൗണ്ടുകളും മറ്റു രേഖകളും കവരാൻ കാരണമായേക്കും. രഹസ്യങ്ങൾ ചാറ്റ് ബോട്ടുമായി പങ്കുവയ്ക്കരുത്. കാരണം ചാറ്റ് ബോട്ടുകൾ മനുഷ്യരല്ല, അതുകൊണ്ട് തന്നെ വിശ്വസിക്കാനാകില്ല. രഹസ്യങ്ങൾ സൂക്ഷിക്കപ്പെടുമെന്ന് കരുതരുത്. ആരോഗ്യ നിർദ്ദേശങ്ങൾ. ചാറ്റ് ബോട്ടുകളോട് ആരോഗ്യ വിവരങ്ങൾ പങ്കിടരുത്. ചാറ്റ് ബോട്ടുകൾ ആരോഗ്യ വിദഗ്ധരല്ല. മാത്രമല്ല ഇൻഷുറൻസ് വിവരങ്ങൾ ഉൾപ്പെടെയുള്ളവയും പങ്കുവയ്ക്കരുത്. ഉള്ളടക്കം ഒന്ന് ശ്രദ്ധിക്കാം. ചാറ്റ് ബോട്ടുകൾ അവരുമായി പങ്കിടുന്ന വിവരങ്ങൾ ഫിൽറ്റർ ചെയ്യും. അതിനാൽ അനുചിതമായ വിവരങ്ങൾ പങ്കിടുന്നത് വിലക്കിലേക്ക് നയിച്ചേക്കും. ഓർക്കേണ്ട മറ്റൊരു കാര്യം, നിങ്ങൾ പങ്കുവെക്കുന്ന വിവരങ്ങൾ ഇന്റർനെറ്റ് ഒരിക്കലും മറക്കില്ല. അതിനാൽ തന്നെ ഇവ എവിടെ വേണമെങ്കിലും പ്രത്യക്ഷപ്പെടാം. ഇക്കാര്യത്തിൽ വലിയ ജാഗ്രത പുലർത്തണം. ലോകം അറിയരുതെന്ന് ആഗ്രഹിക്കുന്നതും പങ്കുവയ്ക്കരുത്. ചാറ്റ് ബോട്ടുകളോട് പറയുന്ന കാര്യങ്ങൾ അതുപോലെ സൂക്ഷിക്കപ്പെടും. ഇത് പലപ്പോഴും മറ്റുള്ളവരുമായി പങ്കുവയ്ക്കപ്പെടാം. അതിനാൽ മറ്റുള്ളവർ അറിയാൻ പാടില്ലാത്ത കാര്യങ്ങൾ ഒരിക്കലും പങ്കിടരുത്. സാങ്കേതിക വിദ്യകളെ അന്ധമായി വിശ്വസിക്കരുതെന്നാണ് വിദഗ്ധർ ആവർത്തിക്കുന്നത്.